നമസ്കാരം. പണ്ട് നാട്ടുപുറങ്ങളിലൊക്കെ ഈ ഒടിയൻ എന്ന് പറഞ്ഞൊരു പ്രതിഭാസം ഉണ്ടായിരുന്നു. പിന്നീട് എല്ലായിടത്തും വൈദ്യുതി വന്നു കഴിഞ്ഞപ്പോൾ, അതായത് നാട്ടുപുറങ്ങളും കുഗ്രാമങ്ങളിൽ വരെ കറണ്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഒടിയൻ എന്ന് പറഞ്ഞൊരു പ്രതിഭാസത്തെ നമുക്ക് പിന്നീട് കാണാതായി. എന്ന് പറഞ്ഞ പോലെയാണ് സോഷ്യൽ മീഡിയ വ്യാപകമായി കഴിഞ്ഞപ്പോൾ കമ്മികൾ എന്ന് പറഞ്ഞ പ്രതിഭാസത്തെ തന്നെ ഇപ്പോൾ കണ്ടുകിട്ടാത്ത പരുവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ വിവരമില്ലായ്മയും വിദ്യാഭ്യാസമില്ലായ്മയും കൂടുതൽ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. ഇത്രയും പറയാനുള്ള കാരണം വി വസീഫ് എന്ന് പറഞ്ഞ ഒരു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവുണ്ട്. അയാൾ ഇന്ന് വലിയ കാര്യത്തിൽ വൈറലാവുമെന്ന് കരുതി ഒരു പോസ്റ്റ് ഇടുന്നു. പ്രധാനമന്ത്രിയെ പരിഹസിക്കാം എന്ന വ്യാജേന ഒരു പോസ്റ്റ് ഇടുകയാണ്. അതായത് ഇപ്പോൾ പാചകവാതക ക്ഷാമമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോയി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ മണ്ടന്മാർക്ക് അറിയാൻ മേലാത്തതൊന്നും അല്ലല്ലോ. ഇറാനും ഇസ്രായേലും അമേരിക്ക എല്ലാം കൂടെ യുദ്ധം ചെയ്യുകയാണ്. അതിൽ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ആ തടസ്സം മാറിയിട്ടുണ്ട്. പക്ഷേ കിട്ടിയ അവസരം അവർ രാജ്യത്തിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ പാചകവാതക ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി പുതിയ യോജന പ്രഖ്യാപിക്കാൻ പോകുന്നു. ചാണകത്തിൽ നിന്ന് ഈ പാചകവാതക ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന യോജന ഇതാ വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണ്ടശിരോമണി പോസ്റ്റ് ഇടുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അയാൾക്ക് വിവരം ഉണ്ടായിരിക്കണം, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നൊന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. നമുക്കതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരന് വിവരം ഉണ്ടായിരിക്കണം, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നൊന്നും നമ്മൾ ശടിച്ചിട്ടൊരു കാര്യവുമില്ല. സംഗതി ഇത്രയേ ഉള്ളൂ. 2018 തന്നെ അങ്ങനെ ഒരു യോജന ഇവിടെ നിലവിലുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രി, അതായത് CPIയുടെ ചിഞ്ചിറാണി തന്നെ അങ്ങ് ഗുജറാത്തിൽ പോയിട്ട് ദിവസം 800 കിലോഗ്രാം ഈ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റിൻ്റെ മുന്നിലൊക്കെ പോയി നിന്ന് ഫോട്ടോയും എടുത്ത് ഇവിടെ വന്നിട്ട് പോസ്റ്റ് ഇട്ട് തള്ളി മറിച്ചതാണ്. പൂർണ്ണമായും ചാണകത്തിൽ നിന്നാണ്, അതായത് ഈ ക്ഷീരകർഷകരുടെ വീടുകളിലൊക്കെ പോയി ചാണകം ശേഖരിച്ച് അതിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ അല്ലാതെ തന്നെ എത്രയോ വീടുകളിൽ എത്രയോ സ്ഥലത്ത് ഈ സാധനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാൻ മേലാത്ത പൊട്ടക്കിണറ്റിലെ തവളയാണോ വസീഫ്? സത്യത്തിൽ ഇയാൾ ഇങ്ങനെയൊക്കെ ഈ ചാണകം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ സംഖ്യകൾക്കെതിരെയാണ് എന്ന തരത്തിലാണ്. യഥാർത്ഥത്തിൽ അത് സംഖ്യകൾക്ക് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കാരണം വലിയൊരു ശതമാനം ആളുകൾ, ഇപ്പോൾ സംഖ്യകളായിരിക്കുന്ന വലിയൊരു ശതമാനം ആളുകൾ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾക്കും കോൺഗ്രസിനും വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവരെ സംബന്ധിച്ച് പാർട്ടി ഒരുപക്ഷെ മാറിയിട്ടുണ്ടായിരിക്കും, പക്ഷേ അവരുടെ വിശ്വാസവും അവരുടെ ഇതുവരെയുള്ള ആ സങ്കല്പങ്ങളും ഒന്നും മാറിയിട്ടില്ല. അതായത് വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ളവർ ഈ പശുവിനെ ഗോമാതാവായിട്ട് കാണുന്നൊരു സങ്കല്പം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരെയാണ് പരിഹസിക്കുന്നത് യഥാർത്ഥത്തിൽ ചാണകം എന്നൊക്കെ വിളിച്ചുകൊണ്ട്. അതിൽ BJPക്കാർ മാത്രമല്ലല്ലോ, അതിലൊരുപക്ഷെ ഈ ബീഹാറിലൊക്കെ ഇവർ പശുവിൻ്റെ ഫോട്ടോയും വെച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ വരെ അവിടെ വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ട്. പക്ഷേ ആൾ സഹാപ്പിയാണല്ലോ, മദ്രസയിൽ പോയി കുനിഞ്ഞു നിന്ന് നിസ്കരിച്ചുള്ള വിദ്യാഭ്യാസമേ കിട്ടിയിട്ടുള്ളൂ. കുറച്ചുകൂടി കടത്തിയാണ് ഞാൻ പറയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പൊതുവിജ്ഞാനം കിട്ടണം എന്നില്ല. മാത്രമല്ല രാജ്യത്ത് നടക്കുന്ന മാറ്റങ്ങളും അറിയണമെന്നില്ല. 2018 തന്നെ ഇവൻ ഇപ്പോൾ കളിയാക്കി പറഞ്ഞ ആ യോജന ഇവിടെ ഉണ്ട്. അത് ബുദ്ധിയുള്ള സംസ്ഥാനങ്ങൾ അത് ചെയ്യുന്നുമുണ്ട്. ഒരു പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ ഈ കേരളവും അത് തുടങ്ങും, എന്നിട്ട് തള്ളിമറിക്കും, ലോകത്താദ്യം, ഇന്ത്യയിലാദ്യം എന്നൊക്കെ തള്ളിമറിക്കും. പക്ഷേ അപ്പോഴേക്കും വേറെ കൊള്ളാവുന്ന ആളുകൾ അത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ മോനെ വസീഫെ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ആദ്യം സ്വന്തം പാർട്ടിക്കാരോടെങ്കിലും ചോദിക്കണം. ഈ പോസ്റ്റ് ഇടുമ്പോൾ അത് വൈറലാവാനാണോ സാധ്യത അതോ എയറിലാവാനാണോ സാധ്യത? എയറിലാണ്. കാരണം അതിനകത്ത് 99% കമൻറ്റുകളും ഇവൻ്റെ വിവരമില്ലായ്മ, ഇവൻ്റെ അറിവില്ലായ്മയെ പരിഹസിക്കുന്നതാണ്. അതിനകത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സഖാപ്പി പോലും വന്നിട്ട് അനുകൂലമായിട്ടുള്ളൊരു കമൻറ്റ് ഇട്ടിട്ടില്ല. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പച്ചത്തെറി വിളിച്ചവരുണ്ട്. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരനെ, പ്രത്യേകിച്ച് DYFകാരനെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവർക്ക് അറിവില്ല, വിദ്യാഭ്യാസമില്ല. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അത് അവരുടെ കുറ്റമല്ലല്ലോ, നമ്മുടെയും കുറ്റമല്ല. അങ്ങനെ ആയിപ്പോയി. അവരുടെ അറിവില്ലായ്മ, അവരുടെ വിദ്യാഭ്യാസമില്ലായ്മ ഇത് മറച്ചു വെക്കാനാണ് അവർ പലപ്പോഴും സംഖ്യകളാണ് സ്കൂളിൽ പോകാത്തതെന്നൊക്കെ പറയുന്നത്. പക്ഷേ സംഖ്യകൾക്ക് അവരുടെ മാതൃസംഘടന തന്നെ ഇവിടെ 10,000 സ്കൂളുകളും കോളേജുകളും നടത്തുന്നുണ്ട്. ഇവന്മാർ ഏതെങ്കിലും ഒരു അംഗനവാടിയെങ്കിലും നടത്തുന്നതായിട്ട് നമ്മുടെ അറിവില്ല. അപ്പോൾ പിന്നെ അവർക്കുള്ളത് ഡോക്ടറേറ്റ്, PhD, പിന്നെ എന്താ പറയുക LLB, ഇതൊക്കെ ഉടായ്പാണെന്ന് ഇതിനകം തന്നെ ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തത് ഈ വസീഫിനെ പോലുള്ളവർക്കാണ്. അതാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വ്യാപകമായതിനു ശേഷം എല്ലാം വെളിയിലാവുകയും ചെയ്തു. ഒരു കാലത്ത് ഒടിയൻ എന്ന് പറഞ്ഞ പ്രതിഭാസം ഈ വൈദ്യുതി വന്നു കഴിഞ്ഞപ്പോൾ ഒടിയൻ ഇല്ലാതായി എന്ന് പറഞ്ഞിടക്ക് സോഷ്യൽ മീഡിയ വ്യാപകമായപ്പോൾ കമ്മികളും ഈ രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്.